ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഓമയ്ക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഈ ഒരു സൈസ് ഓമയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് കട്ടിയിലൊന്ന് മുറിച്ചെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി. ഇനി അതിലോട്ട് കായം ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതേ ചട്ടിയിൽ തന്നെ എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടും അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കായും ഇതും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കായും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കൂടുതലായിട്ട് വേവിക്കാനായിട്ട് പാടില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. അടിപൊളി ഓമയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.